നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബുള്ളൻ്റെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം നമ്മൾ ഡോക്ടറാക്കാമെന്നോ എഞ്ചിനീയർ ആക്കാമെന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് അവർക്കൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ നമുക്ക് മാജിക്കുകളൊന്നുമില്ല, കഠിനാധ്വാനം തന്നെ ചെയ്യണം. നമ്മുടെ ഇപ്പം ഏതൊരു വിജയം, ഇപ്പം നമ്മുടെ ജെയ് അഡ്വാൻസിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റിസൾട്ട് പറഞ്ഞു, ജെയ് മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് പറഞ്ഞു, അല്ലെ മെയ് 3-ാം തീയതിയിലത്തെ നമ്മുടെ വിദ്യാർത്ഥികൾ വിവിധ മാർക്കുകൾ നമ്മൾ പറഞ്ഞു. അവരൊക്കെ നമ്മുടെ ക്യാമ്പസിനെയും നമ്മളുടെ ഫാക്കൽറ്റിയെയും നമ്മുടെ റെഫറൻസിനെയും ഹോസ്റ്റലിനെയും ഒക്കെ 100% ഉപയോഗിച്ചത് കൊണ്ടാണ് അവർക്ക് ആ റിസൾട്ടോട് എത്താൻ പറ്റിയത്. 3.25 മണിക്കൂറുണ്ട്, 180 ചോദ്യങ്ങൾക്ക് 195 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ കംഫർട്ടായിരിക്കും. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് തന്നെ അവസാനവട്ട പ്രിപ്പറേഷൻ തയ്യാറാകുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് പറയാനായിട്ടുള്ളത്. മെയ് 3-ാം തീയതി എക്സാം എഴുതിയ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത എല്ലാവർക്കും റീഫണ്ടിന് അർഹതയുണ്ട്. അത് റീനീറ്റുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതിന് അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യേണ്ട ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു +2 കഴിയുന്നൊരു വിദ്യാർത്ഥിക്ക് ഏതാണ്ട് 40ഓളം എൻട്രൻസുകൾ ഈ സയൻസ് സ്ട്രീമിൽ തന്നെ നമ്മൾ പറയാറുണ്ട്. ഇതിൽ ഏത് എക്സാമുകളും അവർക്ക് എഴുതാം. ഈ ഏത് എക്സാമിനും വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ബ്രില്യൻറ്റിൽ നടക്കുന്നത്. ജെയ് മെയിൻ ഒരു കംഫർട്ട് സ്കോർ ഉണ്ടെങ്കിൽ 95, 96, 97, 92 ഒക്കെ പെർസെൻറ്റേജുള്ളവർ ജോസഫ് സീറ്റ് ലൊക്കേഷനിൽ പങ്കെടുക്കണം. പങ്കെടുക്കുന്നത് കൊണ്ട് അവരുടെ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു എലിജിബിലിറ്റിയും നഷ്ടപ്പെടുന്നില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്തിട്ട് മെഡിക്കൽ സ്ട്രീമിലോട്ട് വരാനായിട്ട് സാധിക്കും. ഇനിയിപ്പം ആപ്പയുടെ ഓപ്ഷൻ കൊടുക്കാൻ മാത്രമേ പറയുന്നുള്ളൂ, പേയ്മെൻറ്റ് അടയ്ക്കാൻ പോലും പറയുന്നില്ല. പേയ്മെൻറ്റ് അടയ്ക്കേണ്ട, ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്നില്ല. അതൊക്കെ ജൂൺ 21 ശേഷം ചെയ്താൽ മതി. അപ്പോൾ ജൂൺ 24 തീയതി കംഫർട്ട് സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അലോട്ട്മെൻറ്റിൽ ബാക്കി തുടർന്ന് പങ്കെടുക്കാതെയും ഇരിക്കാം. മെഡിക്കൽ അല്ലെങ്കിൽ ബിഫാം മാത്രം അപ്ലൈ ചെയ്തവർ ഇപ്പോൾ ഒന്നും മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. അവർക്ക് മാർക്ക് ലിസ്റ്റൊക്കെ വെരിഫൈ ചെയ്യുന്നത് ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിൽ കോളേജിൽ ചെല്ലുമ്പോഴാണ്. അഡ്മിറ്റ് കാർഡ് ജൂൺ 14-ാം തീയതി വന്നതിന് ശേഷം റോൾ നമ്പറിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം അവർ സൈറ്റിൽ പുതിയതായിട്ട് അപ്ലൈ ചെയ്താൽ മതി. പുതിയതായിട്ട് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ജൂൺ 24 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുമുണ്ട്. കാരണം സാധാരണ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഐസറിന് വേണ്ടിയിട്ട് തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് ധാരാളം സമയം കിട്ടുമായിരുന്നു. പക്ഷേ റീനീറ്റ് വന്നതുകൊണ്ട് ഐസറിനോട് എത്രത്തോളം വിദ്യാർത്ഥികൾ എഴുതി, എത്രത്തോളം ശ്രദ്ധയോടുകൂടി എഴുതി എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ശിവൻ സാറിന് പോകുന്ന പ്രോഗ്രാമിൻ്റെ 182ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, അങ്ങനെ ഇനി നീറ്റ് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം, ശരിക്കും പറയുകയാണെങ്കിൽ റീനീറ്റിന് 14 ദിവസങ്ങൾ. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി രണ്ടാമതൊരു നീറ്റ് എക്സാമിന് തയ്യാറെടുക്കുകയാണ് വിദ്യാർത്ഥികൾ. അപ്പോൾ ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ പഴയ പോലെ തന്നെ വന്നിരുന്നൊരു രീതിയുണ്ട്, അതായത് അഡ്മിറ്റ് കാർഡ് വരുന്നു, പിന്നീടുള്ള മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പം ഏറ്റവും പ്രധാനമായി ഇപ്പം നമുക്ക് ഓൾറെഡി വിദ്യാർത്ഥികളെല്ലാം ഇപ്പം ഫൈനലിൽ കളിച്ച വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ എൻ്റെ റിയാലിറ്റി അറിഞ്ഞവരാണ്. ജസ്റ്റ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 14-ാം തീയതിയാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന ഡേറ്റ്, അടുത്ത സൺഡേ. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും പുതിയ എക്സാം സെൻറ്റർ ആയിരിക്കും, സ്കൂൾ മാറുന്നുണ്ടായിരിക്കും. ഒരു എക്സാം സിറ്റി ചേഞ്ച് ചെയ്യുന്നില്ലായിരിക്കും, പക്ഷേ സ്കൂള് മാറുന്നുണ്ടായിരിക്കാം. നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എന്താണെങ്കിലും വന്നു കഴിയുമ്പോൾ എക്സാം സെൻറ്റർ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. റോൾ നമ്പറിന് വ്യത്യാസം ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. വേറെ ഇന്റേണലി ഉള്ള ഒരു കാര്യത്തിനും ഫോട്ടോയ്ക്ക് അങ്ങനെയുള്ളതിനൊന്നും മാറ്റങ്ങളില്ല. നിങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള 2 ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വേണം. അതൊക്കെ ഓൾറെഡി നമുക്ക് അഡ്മിറ്റ് കാർഡ് വന്നിട്ട് തയ്യാറാക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഓൾറെഡി പരീക്ഷ എഴുതിയ ഒറിജിനൽ വാലിഡ് ID പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ട്, അതുമാത്രം കരുതിയാൽ മതിയാകും. പരീക്ഷയ്ക്കായിട്ട് നമുക്ക് തയ്യാറെടുക്കാം. അപ്പോൾ കൃത്യമായിട്ട് 14 ദിവസം നമുക്ക് മുമ്പിലുണ്ട്. നമുക്ക് മെയ് 3-ാം തീയതി എക്സാം എഴുതിയപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയത് ലാസ്റ്റ് 14 ഡേയ്സിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതിന് കൃത്യമായിട്ട് ഐഡിയ ഉണ്ട്. അതാണ് ലാസ്റ്റ് 14 ഡേയ്സിൽ വർക്കൗട്ടും ചെയ്യേണ്ടത്. എത്രത്തോളം ചോദ്യങ്ങളിലൂടെ കടന്നു പോവുകയും എത്രത്തോളം റിവിഷൻ ചെയ്യാൻ പറ്റുന്ന 14 ദിവസങ്ങളാണ് നമുക്ക് വിദ്യാർത്ഥികൾക്ക് മുമ്പിലുള്ളത്. പല മാർക്കുകൾ കിട്ടിയവരുണ്ട്. ഇപ്പോൾ 720, 715, 650, 600, 400 ഒക്കെ കിട്ടിയ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരുടെ സ്കോറുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓൾറെഡി മെയ് 3-ാം തീയതി എന്താണ് ഡിഫിക്കൽട്ടി വന്നത്, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് തെറ്റി എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വളരെ കൃത്യമായിട്ട് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ്റെ സമയമാണ്.
തീർച്ചയായിട്ടും. കാരണം അവസാനത്തെ ആഴ്ച എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് ആഴ്ചയ്ക്ക് തൊട്ട് മുമ്പുള്ള ഈ ആഴ്ചയായിരിക്കും ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. കാരണം അഡ്മിറ്റ് കാർഡ് വന്നു കഴിയുമ്പോൾ എന്താണെങ്കിലും നമുക്കൊരു ഓവർ ആങ്സൈറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ആഴ്ച നിങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ട സമയമാണ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകേണ്ട സമയമാണ്. ലാസ്റ്റ് വീക്കിൽ നമുക്ക് റിവിഷൻ്റെ സമയമാണ്, എല്ലാം ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കാനുള്ള സമയമാണ്. അപ്പോൾ അത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയില്ലെന്നിരിക്കും. പക്ഷേ ഈ ആഴ്ച മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. മെയ് 3 പോലെ തന്നെയുള്ളൊരു കംഫർട്ടായിട്ടുള്ള എക്സാം. ഒരു ഗുണം എന്താണ്, 3.25 മണിക്കൂറുണ്ട്. 180 ചോദ്യങ്ങൾക്ക് 195 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ കംഫർട്ടായിരിക്കും. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് തന്നെ അവസാനവട്ട പ്രിപ്പറേഷന് തയ്യാറാകുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് പറയാനായിട്ടുള്ളത്. നീറ്റിൻ്റെ വെബ്സൈറ്റിൽ വേറെ അപ്ഡേഷൻസ് ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. റീഫണ്ടിൻ്റെ ഡേറ്റ് നമുക്കറിയാം. റീഫണ്ട് ആപ്ലിക്കേഷൻ ഫീസ് റീഫണ്ടിൻ്റെ ഡേറ്റ് സ്വാഭാവികമായിട്ടും നീട്ടിയിട്ടുണ്ട്. ജൂൺ 22 വരെ നീട്ടിയിട്ടുണ്ട്. അത് എക്സാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്യാം. ഇതുണ്ടായിരുന്നു നമുക്ക് റീനീറ്റുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം ഫീ റീഫണ്ടിൻ്റെ കാര്യത്തിൽ. അപ്പം മെയ് 3 എക്സാം എഴുതിയ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത എല്ലാവർക്കും റീഫണ്ടിന് അർഹതയുണ്ട്. അത് റീനീറ്റുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതിന് അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യേണ്ട ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. വെബ്സൈറ്റിൽ നീറ്റിൻ്റെ വെബ്സൈറ്റിൽ വന്ന അപ്ഡേഷൻ. ബാക്കിയുള്ളത് അഡ്മിറ്റ് കാർഡാണ്, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. സാർ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ബ്രില്യൻറ്റിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാറുണ്ട് ശിവൻ സാർ. അതായത് നീറ്റ് എഴുതണം, അതുപോലെ തന്നെ ജെഇ മെയിൻസ് എഴുതണം എന്നൊക്കെ കുട്ടികളെ എപ്പോഴും. തീർച്ചയായിട്ടും ഇനി വരാനിരിക്കുന്നവരാണ് നമുക്ക് അത് തന്നെയാണ് പറയുന്നത്. നമ്മളിപ്പം നമ്മുടെ കോഴ്സിൻ്റെ പേര് ജെഇ എന്നാണെങ്കിലും നീറ്റ് എന്നൊക്കെ ആണെങ്കിലും ഒരു +2 കഴിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏതാണ്ട് 40ഓളം എൻട്രൻസുകൾ ഈ സയൻസ് സ്ട്രീമിൽ തന്നെ നമ്മൾ പറയാറുണ്ട്. ഇതിൽ ഏത് എക്സാമുകളും അവർക്ക് എഴുതാം. ഈ ഏത് എക്സാമിനും വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ബ്രില്യൻറ്റിൽ നടക്കുന്നത്. CUETയും കേരള എഞ്ചിനീയറിംഗും കുസാറ്റും ജെഇ മെയിനും ഐസറും നൈസറും. ഇന്നലെ നൈസർ എക്സാം എഴുതി, ഇന്നിപ്പോൾ ഐസറിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുന്നു. ഇനി 27 എയിംസ് BSc നഴ്സിംഗ് എക്സാം എഴുതാനായിട്ട് പോകുന്നു. അങ്ങനെ നിരവധി എക്സാമുകളാണ് വിദ്യാർത്ഥികൾക്കായിട്ട് +2 കഴിയുമ്പോൾ ഉള്ളത്. അതിനെല്ലാത്തിനും ഉള്ള ഒരു പാക്കേജ് തന്നെയാണ് ബ്രില്യൻറ്റിൻ്റെ പ്രോഗ്രാം. അതുകൊണ്ട് നീറ്റ് എക്സാം എഴുതാൻ 21 പോകുന്നവർക്കും നിരവധി സാധ്യതകളുണ്ട് താരം. യെസ്. അപ്പോൾ ചോദിച്ചു വന്ന പോലെ തന്നെ ഇനി നീറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ജെഇ എഴുതിയ വിദ്യാർത്ഥികൾ. അതെ, അവർ മാത്തമാറ്റിക്സ് പോലും അറ്റൻഡ് ചെയ്യാതെ തന്നെ 98ഉം 99ഉം ഒക്കെ നേടിയ വിദ്യാർത്ഥികളുണ്ട് പെർസെൻറ്റേജ് സ്കോർ. അപ്പോൾ സാർ, ഇനി ജോസ അലോക്കേഷൻ വഴി അവർ മറ്റു കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ അതിനിടയിലേക്ക് നീറ്റ് വരുന്നു. ഇത് എങ്ങനെയായിരിക്കും? ഇല്ല, ഞാൻ പറയുന്നത് എപ്പോഴും ജെഇ മെയിൻ ഒരു കംഫർട്ട് സ്കോർ ഉണ്ടെങ്കിൽ 95, 96, 97, 92 ഒക്കെ പെർസെൻറ്റേജിലുള്ളവർ ജോസ സീറ്റ് ലൊക്കേഷനിൽ പങ്കെടുക്കണം. പങ്കെടുക്കുന്നത് കൊണ്ട് അവരുടെ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു എലിജിബിലിറ്റി നഷ്ടപ്പെടുന്നില്ല. ഇപ്പം നമ്മൾ ഫീസ് അടച്ചാൽ പോലും നമുക്കൊരു സീറ്റ് കിട്ടിയാലും 5000 രൂപ മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. ബാക്കി നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കോളേജിൽ പോയി ചേർന്നാൽ പോലും നമുക്ക് അവിടെ നിന്ന് കിറ്റ് ചെയ്തിട്ട് മെഡിക്കലിലോട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ ജോസ സീറ്റ് ലൊക്കേഷനിലുള്ളവർ ചെയ്യേണ്ടത്, റാങ്ക് ഉള്ളവർ തീർച്ചയായിട്ടും ആ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. കാരണം എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും നല്ല പ്രൊഫഷണൽ കോളേജുകളിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അത് കിട്ടിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുക തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് കാണാം NIT കാലിക്കട്ടോ അല്ലെങ്കിൽ NIT ട്രിച്ചിയോ സുഹൃത്തുക്കലോ IIITയോ ഒക്കെ കിട്ടിയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അത് എത്രമാത്രം നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ജെഇ മെയിൻ റാങ്ക് ഉള്ളവരെ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കുക. മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുക. കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും മെക്കാനിക്കലും കെമിക്കലും ഒക്കെ ഓപ്ഷൻസ് ഇപ്പം പുതിയതായിട്ട് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഏറ്റവും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. അപ്പോൾ അതിനൊക്കെ പങ്കെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അത് നീറ്റിൻ്റെ എലിജിബിലിറ്റിയെയോ നീറ്റിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറിനെ ഒരു തരത്തിലും ബാധിക്കില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്തിട്ട് മെഡിക്കൽ സ്ട്രീമിലോട്ട് വരാനായിട്ട് സാധിക്കും. ഇനിയിപ്പം ആപ്പാടെ ഓപ്ഷൻ കൊടുക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. പേയ്മെൻറ്റ് അടയ്ക്കാൻ പോലും പറയുന്നില്ല. പേയ്മെൻറ്റ് അടയ്ക്കേണ്ട, ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്നില്ല. അതൊക്കെ ജൂൺ 21 ശേഷം ചെയ്താൽ മതി. അപ്പോൾ ജൂൺ 24 ഒരു കംഫർട്ട് സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അലോട്ട്മെൻറ്റിൽ ബാക്കി തുടർന്ന് പങ്കെടുക്കാതെയും ഇരിക്കാം. പക്ഷേ ആ ഓപ്ഷൻ കൊടുക്കാനായിട്ട് ഇപ്പം മാത്രമേ അവസരമുള്ളൂ. അതുകൊണ്ട് ജെഇ മെയിന് നല്ല റാങ്ക് ഉള്ളവർ തീർച്ചയായിട്ടും ജോസ സീറ്റ് ലൊക്കേഷനിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം. സാർ, ഇപ്പോൾ കീമിൻ്റെ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ, സ്കീമിൻ്റെ നമ്മുടെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിവിധ സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. OBC നോൺ ക്രിമിനലും നാഷണാലിറ്റി നേറ്റിവിറ്റിയും EWS മൈനോറിറ്റിയും ഒക്കെ. അതൊരു ക്ലോസ് ചെയ്തിട്ടില്ല. 27 ലാസ്റ്റ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അത് ഇപ്പോഴും ഓപ്പൺ ആണ്. കാരണം വിദ്യാർത്ഥികൾക്ക് മാക്സിമം തെറ്റുകൾ ഡിഫക്ട്സ്
മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അത് സൈറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റുകൾക്ക് വെരിഫിക്കേഷൻ വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്യാം കേരളയുടെ സൈറ്റ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് +2 മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ട സമയമാണ്. +2 മാർക്കിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട സമയമാണ്. അപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ മെഡിക്കൽ ആസ്പിറൻസ് അല്ലെങ്കിൽ നീറ്റ് ആസ്പിറൻസ് കേരള എഞ്ചിനീയറിംഗ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ +2 മാർക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേരള എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും അതിൻ്റെ അലോട്ട്മെൻറ്റിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അവർക്കും അവരുടെ ഡീറ്റെയിൽസ് കേരളയുടെ സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം എഞ്ചിനീയറിംഗ് എക്സാം എഴുതിയവരെ. മെഡിക്കലുകാർ എങ്ങനെയാണ് +2 മാർക്ക് ആഡ് ഇല്ല, മെഡിക്കൽ മാത്രമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ B.Pharm മാത്രം അപ്ലൈ ചെയ്തവർ ഇപ്പോൾ ഒന്നും മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. അവർക്ക് മാർക്ക് ലിസ്റ്റ് ഒക്കെ വെരിഫൈ ചെയ്യുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ കോളേജിൽ ചെല്ലുമ്പോഴാണ്. മെഡിക്കലുകാർ B.Pharmകാർ ഒരു അവസരത്തിലും കേരളയുടെ സൈറ്റിൽ +2 മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നില്ല. ഇത് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് 50-50 ആണ്. എൻട്രൻസിൻ്റെ മാർക്കും +2ൻ്റെ മാർക്കും 50-50 അല്ലേ, പകുതി വെച്ചാൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് +2ൻ്റെ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ജസ്റ്റ് ആ ഇയർ ഏത് വർഷമാണ് പാസ്സായത്, ഏത് സ്ട്രീമാണ്, CBSE ആണോ, സ്റ്റേറ്റ് ആണോ, ISC ആണോ, ഏത് വർഷം എന്നുള്ളത് മാത്രം കൊടുത്താൽ മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരെടുത്തോളും. എന്തെങ്കിലും കർഷണം ഉണ്ടെങ്കിൽ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് എല്ലാവരും വിനിയോഗിക്കണം. സർ, അതുപോലെ ഈ ഒരു ESI IP അവാർഡിലുള്ള ആളുകൾക്ക് ഈ എക്സാമിൻ്റെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തതിനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആശങ്കകൾ നിലനിൽക്കുന്നു. അതെ, കാരണം ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ ഏപ്രിൽ 31-ാം തീയതിയാണ് ESIയുടെ ആപ്ലിക്കേഷൻ ആരംഭിച്ചത്. അന്നേരം അവരുടെ കയ്യിൽ മെയ് 3-ാം തീയതിത്തെ അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. ആ മെയ് 3-ാം തീയതിത്തെ അഡ്മിറ്റ് കാർഡ് വെച്ച് അവരെല്ലാം അപ്ലൈ ചെയ്തു. അതിൽ ഭൂരിഭാഗം പേർക്കും IP സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിച്ചു. എന്നാൽ റീനീറ്റ് വന്നപ്പോൾ 21-ാം തീയതി പുതിയൊരു നീറ്റ് എക്സാം വന്നപ്പോൾ ഇനി ഈ IP സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തവർ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തവർ എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും തന്നെ ഒരു സംശയമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഡേറ്റും ലാസ്റ്റ് ഡേറ്റും അവർ നീട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ IP സർട്ടിഫിക്കറ്റ് എടുത്തവർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ആപ്ലിക്കേഷൻ പുതിയതായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ. അതായത് അത് ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്താണ് ജൂൺ 24 വരെ ആക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ 14-ാം തീയതി അഡ്മിറ്റ് കാർഡ് കിട്ടുമ്പോൾ പുതിയ റോൾ നമ്പർ ആണെങ്കിൽ, പുതിയ അഡ്മിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ റോൾ നമ്പർ ESIയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ അവസരം തരും. ഓൾറെഡി പഴയ റോൾ നമ്പർ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലിരിക്കുന്ന IP സർട്ടിഫിക്കറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. റോൾ നമ്പർ വെച്ചിട്ടാണ് ഇത് MCCയുടെ സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അഡ്മിറ്റ് കാർഡ് ജൂൺ 14-ാം തീയതി വന്നതിന് ശേഷം റോൾ നമ്പറിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം അവർ സൈറ്റിൽ പുതിയതായിട്ട് അപ്ലൈ ചെയ്താൽ മതി. പുതിയതായിട്ട് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ജൂൺ 24 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുമുണ്ട്. ഏതാണ്ട് 700ഓളം സീറ്റുകളാണ് ESI IP അവാർഡ് അനുസരിച്ച് 24,000 രൂപ മാത്രം വാർഷിക ഫീസിൽ പ്രവേശനത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. സാർ, ഇപ്പോൾ എയിംസ് BSc നഴ്സിംഗ് എക്സാം അത് വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ആശ്വാസകരമാണ്? ഇപ്പം റീനീറ്റ് 21-ാം തീയതി കഴിയുകയും അതൊരു കംഫർട്ടബിൾ സ്കോർ അല്ല എന്നുണ്ടെങ്കിൽ, കാരണം നീറ്റിൻ്റെ സ്കോർ വെച്ചിട്ട് തന്നെ വേണം മിലിറ്ററി നഴ്സിംഗിന് ചേരാം, AFMC നഴ്സിംഗിന് ചേരാം. അതോടൊപ്പം തന്നെ രാജ്യത്തെ RK മൗലാന അതുപോലെയുള്ള പല കോളേജുകളിലും വേണമെങ്കിൽ നഴ്സിംഗിന് ചേരാം. അതുകൂടാതെ രാജ്യത്തെ 14ഓളം എയിംസ് കോളേജുകളിൽ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകൾ, എയിംസ് ഡൽഹി ഉൾപ്പെടെയുള്ള കോളേജുകളിൽ ഏറ്റവും ഫീസ് നിരക്ക് കുറഞ്ഞ നിരക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് BSc നഴ്സിംഗിന് ചേരാനുള്ള അവസരമാണ് ജൂൺ 27-ാം തീയതി വരുന്നത്. അപ്പം ഈ നീറ്റിന് ഇത്രത്തോളം പരീക്ഷ എഴുതി പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് അതിൽ ഏറ്റവും ടോപ്പ് റാങ്ക് മേടിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഈ 3000 റാങ്കിനകത്തൊക്കെ ഏതാണ്ട് പകുതിയിലധികം നാഷണൽ ലെവലിൽ തന്നെ പകുതിയിലധികം വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് ആ എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്നവർ തീർച്ചയായിട്ടും അത് ജൂൺ 27-ാം തീയതി എഴുതണം. നിങ്ങളുടെ വലിയ സാധ്യതകളാണോ ജൂൺ 27-ാം തീയതി വരുന്നത്, നമ്മൾ ഇത്രത്തോളം മോഡൽ എക്സാമുകൾ എഴുതിയ വിദ്യാർത്ഥിക്ക് അത് തന്നെ മതി ഓൺലൈനായിട്ട് നടക്കുന്ന ആ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. ഏറ്റവും ചിലവ് കുറഞ്ഞുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും മുന്തിയ പ്രൊഫഷണൽ കോളേജുകളിൽ ഏറ്റവും നന്നായിട്ടൊരു ഡിഗ്രി പ്രോഗ്രാം കഴിഞ്ഞിറങ്ങാമെന്നുള്ള പ്രത്യേകതയാണ് അതിലൂടെ ലഭ്യമാകുന്നത്. സാർ, അതുപോലെ CUET എൻട്രൻസ് എക്സാമിനായിട്ട് ഇനി എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾ ചെയ്യുന്നത്? അതെ, നമ്മുടെ നിരവധി വിദ്യാർത്ഥികളാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്ത്. മെയ് 10 മുതൽ ഓൺലൈനായിട്ടുള്ള എക്സാമാണ്. സാങ്കേതികമായിട്ട് ചില തടസ്സങ്ങൾ കാരണം, അതുപോലെ തന്നെ അവധി ദിവസങ്ങളൊക്കെ വന്നത് കാരണം അത്
പല രീതിയിലാണ് എക്സാം നടത്തിയത്. എന്നാലും ഏതാണ്ട് ഈ ആഴ്ചയോടുകൂടി CUET എക്സാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ റിസൾട്ട് വരും, അതിൻ്റെ പേഴ്സൻറ്റേജ് സ്കോർ വരും. ഇവർ എഴുതിയ സബ്ജക്റ്റുകളിൽ ഫിസിക്സ് ആവാം, കെമിസ്ട്രി ആവാം, ബയോളജി ആവാം, ഇംഗ്ലീഷ് ആവാം, ജനറൽ ടെസ്റ്റ് ആവാം, മാത്തമാറ്റിക്സ് ആവാം. അപ്പോൾ ഇവർ ഏതൊക്കെ പരീക്ഷ എഴുതിയോ അതിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സൻറ്റേജ് സ്കോർ ഇവർക്ക് ലഭ്യമാകും. അപ്പം ഇനി ആ പരീക്ഷ എഴുതിയത് വെച്ചിട്ട് ഇവർക്ക് രാജ്യത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കാം. ലാംഗ്വേജിന് എടുക്കാം, ഫോറിൻ ലാംഗ്വേജിന് എടുക്കാം, കോർ സബ്ജക്റ്റുകൾക്ക് എടുക്കാം, ഏത് അവർക്ക് അത് വെച്ചിട്ട് കണക്ട് ചെയ്യാവുന്ന ഏത് സാഹചര്യം എടുക്കാം. അതിനെല്ലാം ഓരോ യൂണിവേഴ്സിറ്റികളും നമ്മൾ പ്രത്യേകം അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം നീറ്റ് പോലെ തന്നെ CUET എന്ന് പറയുന്ന ഒരു എക്സാം മാത്രമേ ഉള്ളൂ. നമുക്കിത് വെച്ചിട്ട് ഇപ്പം ഡൽഹിയിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ, DUയിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അത് CUETയുടെ റിസൾട്ട് വരുന്ന ഈ മാസം അവസാനത്തോടു കൂടി ഇതെല്ലാം ഓപ്പൺ ആവും. ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. പോണ്ടിച്ചേരിയിലാണെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്യണം. ഹൈദരാബാദിലാണെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യണം. ഇനി ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ വേണ്ടവരുണ്ട്. ICARന്റെ കൗൺസിലിംഗ് ആരംഭിക്കും ഈ മാസം അവസാനത്തോടുകൂടി. CUET റിസൾട്ട് വരുന്നതോടുകൂടി തന്നെ തുടങ്ങുള്ളൂ. അങ്ങനെ ഓൾ ഇന്ത്യ അഗ്രികൾച്ചറും അതിൻ്റെ അനുബന്ധ കോഴ്സുകളും ICARന്റെ കൗൺസിലിംഗ്, ICAR കൗൺസിലിംഗ് എന്നുള്ള വെബ്സൈറ്റിൽ ആരംഭിക്കും. അതിൽ രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനെ നമുക്ക് എവിടെയൊക്കെയാണോ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണോ അഡ്മിഷൻ വേണ്ടത് അവിടെയൊക്കെ നമ്മൾ പ്രത്യേകം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ CUETയിൽ കിട്ടിയിരിക്കുന്ന പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ച് അവിടെയൊക്കെ നമുക്ക് റാങ്ക് കിട്ടും. അവിടെ റാങ്ക് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഓപ്ഷനുകൾ കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഡിഗ്രി പ്രോഗ്രാമുകൾക്കും ICARന്റെ പ്രോഗ്രാമുകൾക്കും ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിനും ഒക്കെ നമുക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ആദ്യം പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പം ചെയ്യേണ്ടത്. അത് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടില്ല. റിസൾട്ട് വരാറാകുമ്പോൾ ഈ മാസം അവസാനത്തോടുകൂടി മാത്രമേ അതിൻ്റെ സൈറ്റുകൾ ഓപ്പൺ ആവുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഐസർ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അതെ, ഇന്ന് നടന്നു. ജൂൺ 7 ആയിരുന്നു ഐസർ എക്സാം. ഒരുപക്ഷെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചെറിയ സംശയം ഉണ്ടായിരിക്കും. ഐസറിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ സാർ? തീർച്ചയായിട്ടും നീറ്റ് എക്സാം ഈ മാറ്റി വെച്ചതുകൊണ്ട് 21 റീനീറ്റ് എഴുതിയത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് അതൊരു ബുദ്ധിമുട്ടായി. കാരണം സാധാരണ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഐസറിന് വേണ്ടിയിട്ട് തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് ധാരാളം സമയം കിട്ടുമായിരുന്നു. പക്ഷേ റീനീറ്റ് വന്നതുകൊണ്ട് ഐസറിനോട് എത്രത്തോളം വിദ്യാർത്ഥികൾ എഴുതി, എത്രത്തോളം ശ്രദ്ധയോടുകൂടി എഴുതി എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം വിദ്യാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയത് എക്സാം സെൻറ്റർ അലോക്കേഷനിലായിരുന്നു. വളരെ വിദൂര സ്ഥലങ്ങളിലാണ് വിദ്യാർത്ഥികൾക്ക് ഐസറിന് എക്സാം സെൻറ്റർ അലോക്കേറ്റ് ചെയ്തത്. അതുകൊണ്ട് എന്നാലും ബുദ്ധിമുട്ട് സഹിച്ച് നമ്മുടെ ഭൂരിഭാഗം പേരും പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ IISc ബാംഗ്ലൂരിൽ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് ആ റിസൾട്ട് IISc ബാംഗ്ലൂരിൻ്റെ സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കണം. IIT മദ്രാസിൽ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് അവിടെ ഇത് ആഡ് ചെയ്യണം. IIT ഗുവാഹട്ടിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ചെയ്യണം. ISCS കൊൽക്കട്ടയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കണം. ഇതിൻ്റെ എല്ലാം IITയുടെ റാങ്ക് അനുസരിച്ചാണ് ഇവിടെയൊക്കെ പ്രവേശനം. അതോടൊപ്പം തന്നെ ഐസറിൻ്റെ സൈറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. 7 ഐസറുകളിലായിട്ട് 13 പ്രോഗ്രാമുകളാണ് 5 ഇയർ BSMS പ്രോഗ്രാം. അതിനും ആവശ്യത്തിന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അത് ഐസറിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ആഴ്ച തന്നെ ഓൺലൈൻ അലോക്കേഷൻ ആരംഭിക്കും. ഏതാണ്ട് 7, 8, 9 റൗണ്ടുകളോളം ഉണ്ടാവും ഐസറിന്. അതിൽ ആദ്യം തന്നെ നമുക്ക് ഫീസ് അടച്ചാലും 4ാമത്തെ റൗണ്ട് വരെ നമുക്ക് ക്വിറ്റ് ചെയ്യാം. അപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഐസർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിനായിട്ട് അപ്ലൈ ചെയ്യാം. ഐസറിൻ്റെ റാങ്ക് ഉപയോഗിച്ച് അഡ്മിഷൻ എടുക്കുന്ന IISc ബാംഗ്ലൂർ, IIT മദ്രാസ്, IIT ഗുവാഹട്ടി, ISCS കൊൽക്കട്ടയിലൊക്കെ പ്രത്യേകം അപ്ലൈ ചെയ്ത് ഈ റിസൾട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഇന്നലെ നൈസറിൻ്റെ എക്സാം കഴിഞ്ഞു. നൈസറിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂവും അതിൻ്റെ അലോക്കേഷനും ഉടനെ തന്നെ ആരംഭിക്കും. നൈസറിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയും ചെയ്യണം. സർ, +2 ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഈ ഒരു അവധിക്കാലം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥികളുടെ സമയമാണ്. 2026 പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ട ഒരു വർഷം തന്നെയാണ്. ഇപ്പം CBSEയുടെ ആണെങ്കിലും നമ്മളെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ റീവാലുവേഷൻ്റെ റിസൾട്ടൊക്കെ വരാനായിട്ടിരിക്കുന്നു. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്. പിന്നെ JEEയുടെ സീറ്റ് അലോക്കേഷൻ നടക്കുന്നു. അപ്പോൾ +2 ശേഷം വളരെ ബിസി ആയിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു കൃത്യമായ ഒരു കരിയറിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുക എന്നുള്ളത് ബെർലിൻ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ
ബെർലിനിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പ്ലസ് ടുവിന് ശേഷം മികച്ചൊരു കരിയർ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കൾ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. കാരണം പ്ലസ് ടുവിന് ശേഷം ഇന്ന് പണ്ടത്തെ പോലെയല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഫീസ് നിരക്കിലുള്ള രാജ്യത്തെ ഏറ്റവും പ്രൊഫഷണൽ കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ നിരവധി മാർഗ്ഗങ്ങളുണ്ട്. അപ്പം നമ്മുടെ പ്രോഗ്രാമിന് നമ്മൾ പറഞ്ഞു ഒന്നുകിൽ ജെഇ മെയിൻ അല്ലെ ജെഇ അഡ്വാൻസ്ഡ് അല്ലെ നീറ്റ് എന്നൊക്കെയാണ് നമ്മൾ പേരിട്ടിരിക്കുന്നതെങ്കിൽ പോലും NCERT ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി വളരെ ഡീറ്റെയിൽഡായിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് ഏതാണ്ട് ഞാൻ പറഞ്ഞല്ലോ 10-30 വിവിധ എൻട്രൻസുകൾ നമ്മളിപ്പോൾ തൊട്ടതിന് മുമ്പ് പറഞ്ഞത്. അപ്പോൾ എൻട്രൻസുകളിലൂടെ പ്രവേശനം നേടാനുള്ള സാധ്യതകളാണ് വിദ്യാർത്ഥികൾക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ഈ പ്ലസ് ടു ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് കൃത്യമായിട്ടും തങ്ങളുടെ കരിയറിനെ കുറിച്ച്, തങ്ങളുടെ ലക്ഷ്യത്തിനെ കുറിച്ചൊരു കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിന് ശേഷം 1 വർഷം പ്രോഗ്രാമിലോട്ടൊക്കെ ജോയിൻ ചെയ്യേണ്ട സമയവും ഇപ്പോഴാണ്. ജെഇയുടെ ക്ലാസ്സുകളൊക്കെ നാളെ ആരംഭിക്കുന്നു. ജെഇ മെയിൻ, ജെഇ അഡ്വാൻസ്ഡ് നാളെ ആരംഭിക്കുന്നു. ഇനിയുമുണ്ട്. അടുത്ത ആഴ്ചയൊക്കെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. ഓഫ്ലൈനായിട്ടും ഉണ്ട്, ഓൺലൈനായിട്ടും ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. മെഡിക്കലിൻ്റെ ബാച്ചുകളെല്ലാം റീനീറ്റും കൂടെ കഴിഞ്ഞിട്ടേ ആരംഭിക്കുകയുള്ളൂ. അതും ആദ്യത്തെ ബാച്ച് ജൂൺ 29 ആരംഭിക്കും. ജൂലൈയിലും ഓഗസ്റ്റിലും ഒക്കെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടൊക്കെയുള്ള പുതിയ ബാച്ചുകളുണ്ട്. അപ്പോൾ അലോക്കേഷനൊക്കെ എങ്ങാനും കിട്ടാതെ പോയിട്ടുള്ളവർക്കൊക്കെ ആ സമയത്തൊക്കെയുള്ള ബാച്ചുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ ബാച്ചുകൾ ജൂൺ 29 മെഡിക്കലിൻ്റെ ബാച്ചുകൾ എല്ലാ ക്യാമ്പസിലും ആരംഭിക്കുന്നത്. ഓൺലൈനായിട്ടുള്ള സ്ട്രീമൊക്കെ ഇപ്പം ആരംഭിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഇപ്പോൾ നമ്മൾ വിവിധ മെഡിക്കൽ കോളേജുകളിൽ പോകുമ്പോഴും ഒരുപാട് വിദ്യാർത്ഥികളെ കാണുമ്പോൾ അവരെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നീറ്റിന് റിപ്പീറ്റ് ചെയ്ത ഒരു വർഷം അവരുടെ ലൈഫിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കരിയറിലൊരു വലിയ ഒരു ബിൽഡപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. വരുന്ന വർഷം ബെർലിനിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്കും അങ്ങനെ തന്നെയല്ലേ, ഒരുപാട് മാർഗ്ഗങ്ങളില്ല. തീർച്ചയായിട്ടും നമ്മൾ റിസൾട്ടിന് നമ്മൾ എപ്പോഴും കാണിക്കാറുണ്ട്. ബെർലിൻ്റെ റിസൾട്ട് 100-നകത്തുള്ള റിസൾട്ട്, അല്ലെ 1000-നകത്തുള്ള റിസൾട്ട്, അല്ലെ ഇത്ര ഡോക്ടർമാരുണ്ടായി, ഇത്ര എഞ്ചിനീയർമാരുണ്ടായി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബെർലിൻ്റെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, വരുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം നമ്മൾ ഡോക്ടറാക്കാമെന്നോ എഞ്ചിനീയർ ആക്കാമെന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് അവർക്കൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക. അവർ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇനി എൻട്രൻസിലൂടെയാണെങ്കിലും ഡിഗ്രിയിലൂടെയാണെങ്കിലും ഏത് മേഖലയിൽ ചെന്ന് കഴിഞ്ഞാലും അവർ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ട ഒരു കരുത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എല്ലാവരെയും നമുക്ക് എൻട്രൻസിന് ഇത്രയും സീറ്റുകളുള്ളൂ, അതുകൊണ്ട് 100% നമ്മൾ വിജയം എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാനായിട്ടാവില്ല. ആരും പറയുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും NCERT അധിഷ്ഠിതമായ കൃത്യമായ റെഗുലർ ക്ലാസ്, ഡെയിലി തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി എന്നുള്ള റെഗുലറായിട്ട് കൃത്യമായ ടൈം ടേബിളും പരീക്ഷകളും നടത്തി ആ ബേസ് ഉണ്ടാക്കി എടുത്തിട്ടാണ് നമ്മൾ ആ കോഴ്സ് വൈൻഡപ്പ് ചെയ്യുന്നത്. വിവിധ പരീക്ഷകൾ നടത്തി എത്രത്തോളം ഡീപ്പായിട്ട് അവരെ പഠിപ്പിക്കാൻ പറ്റുമോ അതനുസരിച്ചാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം ഈ പ്ലസ് ടുവിന് ശേഷം 1 വർഷം തങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ട്, അതല്ലെങ്കിൽ തങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ആയിട്ടില്ല, ബേസൊക്കെ ഒന്ന് ആകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 വർഷം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് വളരെ ഒരു കരുതലാണ്. ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ബെർലിൻ്റെ ഹോസ്റ്റലുകളൊക്കെ ആദ്യമായിട്ടായിരിക്കും, ബെർലിൻ്റെ മറ്റൊരു ഹോം എന്ന് തന്നെയാണ് അവർ പറയുന്നത്, ആദ്യമായിട്ട് മാറി നിൽക്കുന്ന ബെർലിൻ്റെ ഹോസ്റ്റലുകളിലായിരിക്കും ഉറപ്പായിട്ടും എല്ലാവരും. അപ്പം ആ ഒരു പഠിത്തം മാറി നിന്നിട്ട് എത്രത്തോളം മെച്ചുറായിട്ട് തൻ്റെ കാര്യങ്ങൾ നോക്കി പഠിക്കാം എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നത് നമ്മുടെ ക്യാമ്പസുകളിൽ തന്നെയാണ്. അപ്പം എല്ലാ രീതിയിലും അവനവനെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മളുടെ പ്രോഗ്രാമുകൾ. അപ്പം നമ്മൾ ഈ പറഞ്ഞ കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളും വിവിധ എൻട്രൻസ് പരീക്ഷകളിലൂടെയൊക്കെയും നല്ലൊരു സാധ്യത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് 27-28 കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ നന്നായിട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ, പിന്നെ ഇവിടെ നമുക്ക് മാജിക്കുകളൊന്നുമില്ല, കഠിനാധ്വാനം തന്നെ ചെയ്യണം. നമ്മുടെ ഇപ്പം ഏതൊരു വിജയം, ഇപ്പം നമ്മുടെ ജെഇ അഡ്വാൻസിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റിസൾട്ട് പറഞ്ഞു, ജെഇ മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് പറഞ്ഞു, അല്ലെ മെയ് 3-ാം തീയതിയിലത്തെ നമ്മുടെ വിദ്യാർത്ഥികൾ വിവിധ മാർക്കുകൾ നമ്മൾ പറഞ്ഞു. അവരൊക്കെ നമ്മുടെ ക്യാമ്പസിനെയും നമ്മളുടെ ഫാക്കൽറ്റിയെയും നമ്മുടെ റെഫറൻസിനെയും ഹോസ്റ്റലിനെയും ഒക്കെ 100% ഉപയോഗിച്ചത് കൊണ്ടാണ് അവർക്ക് ആ റിസൾട്ടിലോട്ട് എത്താൻ പറ്റിയത്. അപ്പം കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അത്രത്തോളം പാഷൻ, ആഗ്രഹം തങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, കാരണം ഇതിപ്പം അത്രത്തോളം ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് പുറകെ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ക്യാമ്പസുകളെല്ലാം ഓപ്പണാണ്, ധൈര്യമായിട്ട് കയറി വരാം. സബ്ജക്റ്റിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ പഠിക്കുകയും ഒരു ബേസ് ഉണ്ടാക്കി എടുക്കുകയും ഇതിന് ശേഷം നിങ്ങൾ ഏത് മേഖലയിൽ ചെന്നാലും ആരോട് ചോദിച്ചാലും അറിയാം. ഇപ്പം നമ്മൾ വിജയിച്ചവരോ അല്ലെങ്കിൽ ഇനി മാർക്ക് അല്പം കുറഞ്ഞവരെ കുറിച്ചോ ആരോട് ചോദിച്ചാലും നിങ്ങൾക്കറിയാം. ഇത്രയും വർഷങ്ങളായിട്ട് 42 വർഷമായിട്ട് ബെർലിൻ്റെ ബാച്ചുകൾ ഇറങ്ങുന്നുണ്ട്. അവരോട് വളരെ ബേസായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുകയും തിയറി ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് പോകാനുള്ള, അതിൽ തന്നെ
ഏതൊരു മേഖലയിലോട്ടും പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളിൽ 85% 90% വിദ്യാർത്ഥികളെ, അത് മെഡിക്കൽ ആണെങ്കിലും MBBS ആണെങ്കിലും റിസർച്ചിൻ്റെ മേഖലകളാണെങ്കിലും JEE ആണെങ്കിലും അഡ്വാൻസർ ആണെങ്കിലും എത്തിക്കാനും ഇപ്പം നമുക്ക് കഴിയുന്നുമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഫാക്കൽറ്റികളും സ്റ്റഡി മെറ്റീരിയലും റഫറൻസും ക്ലാസ് റൂമുകളും ക്യാമ്പസുകളും എല്ലാം നമുക്ക് സജീവമാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കുന്നത് നല്ലത് തന്നെയാണ്. നമ്മുടെ വെബ്സൈറ്റ് വഴി തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ശിവൻ സാറ് പറഞ്ഞതുപോലെ +2 ശേഷം നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ആ സാധ്യതകളൊക്കെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥിക്കും അവർക്ക് അവരുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം +2 ശേഷം ഉയർന്നൊരു സ്കോറൊക്കെ കരസ്ഥമാക്കിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 1 വർഷം മാറ്റി വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കവാടമാണെന്ന് തന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നമുക്ക് സംശയങ്ങൾ തോന്നിയേക്കാം. ഇപ്പം ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ വെച്ചിട്ട് സമർത്ഥരായ വിദ്യാർത്ഥികളെ മാത്രം എടുത്തിട്ടല്ലേ നമുക്ക് ചെയ്യുന്നത്. അപ്പം സമർത്ഥരായ എന്നുള്ളതിൻ്റെ ഏതെങ്കിലും ഒരു രീതിയിൽ അവരുടെ കഴിവ് നമുക്കൊന്ന് അളക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏറ്റവും ചിലപ്പം ചിലർക്ക് മറ്റു പല രീതികളിലായിരിക്കാം, ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലോ പാട്ടിൻ്റെ കാര്യത്തിലോ സ്പോർട്സിൻ്റെ മറ്റ് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണുള്ളത്. അപ്പം എല്ലാ മേഖലകളും ഓപ്പൺ ഉണ്ട്. പക്ഷെ നമുക്ക് ബെർലിനിൽ ഈ മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിങ്ങിൻ്റെയും അല്ലെ സയൻസ് സ്ട്രീമിലുള്ള എൻട്രൻസുകളുമായിട്ട് ബന്ധപ്പെട്ട പരിശീലനം ആയതുകൊണ്ട് ആ മേഖലയിൽ കഴിവുള്ളവരെ കണ്ടെത്തുകയും അത് ബെർലിൻ്റെ സ്ക്രീൻ ടെസ്റ്റ് വഴിയാകാം, അല്ലെ +2 മാർക്ക് വെച്ചിട്ടാവാം, അല്ലെ 10th മാർക്ക് വെച്ചിട്ടാകാം, അല്ലെ 11th മാർക്ക് വെച്ചിട്ടാവാം, അല്ലെ ഈ വർഷത്തെ എൻട്രൻസുകളുടെ റാങ്ക് വെച്ചിട്ടാവാം. അപ്പം ഏതെങ്കിലും ഒരു മേഖലയിൽ ആ വിദ്യാർത്ഥിക്ക് കഴിവ് തെളിയിക്കാനായിട്ടുണ്ടെങ്കിൽ, അക്കാഡമിക്കലി നിലവാരം ഉയർത്താനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി എടുക്കാമെന്നുള്ള അനുമാനത്തിലാണ് നമ്മൾ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് മാത്രം. അല്ലാതെ സമർത്ഥരായവരെ മാത്രം എന്നുള്ളതൊന്നും നമ്മൾ വിചാരിക്കേണ്ടതായിട്ടില്ല. നമ്മളൊന്ന് പാകപ്പെടേണ്ടതായിട്ടുണ്ട്, അല്ലേ? നമുക്കൊരു കഠിനാധ്വാനം ചെയ്യണമെങ്കിൽ നമുക്കൊരു ബേസ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കടന്നു വരാവുന്നതാണ്. യെസ്. അപ്പോൾ റിപ്പീറ്റേഴ്സ് 2027 ബാച്ചുകളൊക്കെ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഓൺലൈനായിട്ട് ആദ്യഘട്ടം ആരംഭിച്ചു, ഇനി ഓഫ്ലൈനിലേക്ക് വിദ്യാർത്ഥികൾ എല്ലാവരും വരാനിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ എല്ലാ തരത്തിലും നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കാൻ ബെർലിൻ്റെ ഒപ്പമുണ്ട്. ഇപ്പോൾ റീനീറ്റ് എഴുതാൻ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ആ ഒരു പ്രതിസന്ധി സമയത്ത് പോലും ബെർലിൻ്റെ എത്രത്തോളം നിങ്ങളുടെ കൂടെ നിന്നു, ആൻഡ് ഇനിയും നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു പാഷൻ ഏതാണെന്നുള്ളത് തിരിച്ചറിയുകയാണ് സാർ, അല്ലേ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇപ്പം എല്ലാവരും റിപ്പീറ്റ് ചെയ്യണമെന്നൊന്നും യാതൊരു താല്പര്യമില്ല. കാരണം അത്രയധികം അവസരങ്ങളാണ് നമുക്കുള്ളത്. എഞ്ചിനീയറിങ്ങിൻ്റെ മേഖലയാണെങ്കിലും മെഡിക്കലിൻ്റെ മേഖലയാണെങ്കിലും ഡിഗ്രിയുടെ മേഖലയാണെങ്കിലും റിസർച്ചിൻ്റെ മേഖലയാണെങ്കിലും ഡിസൈനിങ്ങിൻ്റെ മേഖലയാണെങ്കിലും ഈ വർഷം തന്നെ അഡ്മിഷൻ എടുക്കാനുള്ള സാധ്യതകളെല്ലാം നോക്കണം. നേരെ വന്ന് ബെർലിനിൽ ചേരണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ചേരണം എന്നുള്ളതല്ല. ഈ വർഷത്തെ എല്ലാ സാധ്യതകളും പരിശോധിച്ചിട്ട് അവിടെ എനിക്ക് എത്താൻ സാധിക്കും, ഇത്തവണ എത്താൻ സാധിച്ചില്ല, എന്നാൽ എനിക്കൊരു പരിശീലനം കൂടെ ഉണ്ടെങ്കിൽ എത്താൻ സാധിക്കുമെന്നുള്ളവർ തന്നെയാണ് വരേണ്ടത്. കാരണം ധാരാളം അഡ്മിഷൻ പ്രൊസീജിയറുകൾ വിവിധ പ്രൊഫഷണൽ കോളേജുകളുടെ അഡ്മിഷനുകളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പം അതിലെവിടെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അഡ്മിഷൻ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും എടുക്കണം, അല്ലേ? എടുത്തിട്ട് ഇനി അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ക്യാമ്പസുകൾ ഓപ്പൺ ആണ് എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലേ? യെസ്. അപ്പോൾ 2027 തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബെർലിൻ്റെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് കടന്നു വരാം. ഇനി 2026 റീനീറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസത്തോടെ എഴുതിക്കോളൂ. നിങ്ങൾക്കൊപ്പം ബെർലിനുണ്ട്. ലോകമെമ്പാടും വരുന്ന ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവർക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.